2023 അവസാനിക്കുകയായി. ക്രിസ്മസൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പലർക്കും പല രീതിയിലായിരുന്നു. ചിലർക്ക് വളരെ പോസിറ്റീവായിരുന്നു, ചിലർക്ക് വളരെ നെഗറ്റീവായിരുന്നു, ചിലർക്ക് ആവറേജ് ആയിരുന്നു. പക്ഷേ ചിലരുടെ കാര്യം അറിയാനല്ല നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആൽഫി പഞ്ഞിക്കാരൻ, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാ ഒരു പുഷ്പം. ഓ താങ്ക് യു. ബൊക്കെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലത് നോക്കിയെടുത്താണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു 2023? എനിക്ക് 2023 അടിപൊളിയായിരുന്നു. കാരണം 2022 ലാസ്റ്റ് ഡിസംബറിലാണ് മാളിപ്പുറം റിലീസായ ശേഷം പിന്നെ അങ്ങോട്ട് ഭയങ്കര ഹൈപ്പായിരുന്നുകൊണ്ട് ആ ഹൈപ്പ് ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ അതിൻ്റെ ആ ഒരു തിരക്ക് മാറാൻ സക്സസ് പാർട്ടിയും അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിപ്പോയിക്കും. പിന്നെ ഞാൻ ഫ്ലാറ്റ് എടുത്തു. അപ്പോൾ അത് ആക്ച്വലി കുറേ ലോണൊക്കെ ഉണ്ട്, കുറേ എൻ്റെ പാരൻസ് ഹെൽപ്പ് ചെയ്തു എല്ലാം ആണെങ്കിലും അങ്ങനെ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ 2023 എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ നേടിയെടുത്ത ഒരു വർഷമാണ്. അതേപോലെ പിന്നെ അത് കഴിഞ്ഞ് മധുവിധു എന്നുള്ളൊരു വെബ് സീരീസ് ചെയ്തു സുരാജ് ചേട്ടൻ്റെ കൂടെ, നിതിൻ രഞ്ജി പണിക്കർ ചേട്ടൻ്റെ. അപ്പോൾ അത്രയും നല്ലൊരു വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റി. അത് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് ഡിസംബറിൽ പിന്നെ ബോബൻ സാമുലേൻ്റെ ഒരു പടത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമല്ല പറയണേ, ഹാപ്പി ആയിരുന്നു ഈ വർഷം. ഹാപ്പി ആയിരുന്നു. 2023 കുറിച്ച് മാത്രമല്ല, നമ്മൾ അതിന് മുമ്പത്തെ വർഷങ്ങളും ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും കൂടി നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? ഇപ്പോൾ നമ്മൾ 2022 ലാസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ മാളികപ്പുറത്തിൻ്റെ ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയം തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്പോഴത്തെ ഒരു അതുവരെയുള്ളൊരു ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയായിരുന്നു? മീൻസ് എൻ്റെ ഞാൻ കുറേ നാളായി ആക്ച്വലി. കുറേ പേര് വിചാരിക്കും ഞാൻ ഈ റീസെൻ്റ്ലി വന്നതാണ്. ഞാൻ കഴിഞ്ഞ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പടം ചെറിയ റോൾ ചെയ്തത് 2013 അപ്പോൾ ഓൾമോസ്റ്റ് എന്നല്ല, കറക്റ്റ് 10 വർഷമായി. 2013 അത് അപ്പോൾ ഇപ്പോൾ നോക്കി 2023 10 വർഷമായി ഞാനപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ ഈ ഇടയ്ക്കും കൂടി ഒരാൾ പറഞ്ഞു പുതിയ ആളല്ലേ എന്നൊക്കെ. പക്ഷെ ആക്ച്വലി ഞാൻ പുതിയ ആളല്ല, ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു എൻട്രി കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചെയ്ത പടത്തിൽ നമുക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു 100 ദിവസം ഓടിയ ഭയങ്കര ഹിറ്റായ ഒരു പടം. അപ്പോൾ ഞാൻ ആദ്യം ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ പിന്നെ ജനങ്ങളോടും. ഇത്രയും നല്ലൊരു പടം, നമ്മളൊരു നല്ല പടമാണെങ്കിലും ചിലപ്പോൾ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. നല്ല പടങ്ങൾ സ്വീകരിക്കാതെ പോകുന്നുണ്ട്. ഇതങ്ങനെ നല്ല രീതിയിൽ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഞങ്ങൾക്കും അതിൻ്റെ ഒരു സന്തോഷം കിട്ടിയത്. പിന്നെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്, അത് ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. ആൽഫി പഞ്ഞിക്കാരൻ, ആ പേരിൻ്റെ ഒരു വിസ്മയം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എല്ലായിടത്തും നോക്കുമ്പോഴും നമ്മൾ പഞ്ഞിക്കാരൻ ഫാമിലി ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പഞ്ഞിക്കാരൻ അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ആക്ച്വലി പഞ്ഞിക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അവിടെ കുറേ ഇപ്പോൾ ഇഷ്ടം പോലെ വീട്ടുപേരുണ്ട്. താടിക്കാരൻ, അത് ഇത് അങ്ങനെ ഒരു വീട്ടുപേരാണ് ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലി നെയിമിൽ തന്നെ ഒരുപാട് ഫാമിലി ഉണ്ട്. ഇപ്പോൾ അങ്കമാലിയിൽ കുറേ പഞ്ഞിക്കാരന്മാരെന്ന് പറഞ്ഞ ഫാമിലി ഉണ്ട്. അതേപോലെ ചേർത്തല, ഇങ്ങനെ സ്പ്ലിറ്റഡ് ആണ്. അതൊരു ഫാമിലി നെയിം അങ്ങനെയല്ല. എൻ്റെ വീട്ടുകാർക്ക് ഇച്ചിരി കുടുംബക്കാർ അങ്ങനെ ഒരു നാട്ടിലിങ്ങനെ പറയില്ലേ, പണ്ട് പൂർവികർ വന്ന് എൻ്റെ അച്ഛനോടൊക്കെ ചോദിച്ചാൽ വേണമെങ്കിൽ ഡയലോഗ് പറയുമ്പോൾ തോമസ് ലീഗം നേരിട്ട് വന്ന് മാവോദിസ ആൾക്കാരാന്ന് വരെ പറയും. അപ്പം അങ്ങനത്തെ പണ്ടത്തെ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു പേരിനൊരു വാല്യൂ ഉള്ളതുകൊണ്ട് ഞാനത് എൻ്റെ കൂടെ ഇട്ടു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയില്ല, അതൊരു ഭാഗ്യമല്ലേ. ഫാമിലിയായിട്ട് വളരെ ടൂ മച്ച് അറ്റാച്ച്ഡ് ആണ്. മീൻസ് എൻ്റെ ഫാമിലി സിനിമ വലിയ സപ്പോർട്ടൊന്നുമല്ല. എൻ്റെ ഫാമിലി നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുക, നല്ലൊരു ഫാമിലിയോട്ട് കല്യാണം കഴിച്ചു പോകുക, അതൊക്കെയാണ് അവരുടെ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാനത് ഇന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. നമ്മൾ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. നമ്മൾ വെറുതെ ഞാൻ ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ സിനിമ വന്നപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തു, റിസൈൻ ചെയ്തു. പിന്നെ ഒരു 2 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് എഗെയിൻ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എഗെയിൻ ഞാൻ റീജോയിൻ ചെയ്തു. സ്റ്റിൽ ഞാൻ വർക്കിംഗ് ആണ്, സ്റ്റിൽ ഞാൻ പടം ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അത് ചോദിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഒരു പ്രത്യേക സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ആ സംഭവം അതിൻ്റെ ടെൻഷൻസ്, അതിൻ്റെ വർക്കിൻ്റെ സ്ട്രെസ്സ് അതൊക്കെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇത് രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു കാര്യം എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ പടം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ആ 2 ഇയേഴ്സിൽ ഞാൻ പടങ്ങൾ ചെയ്തിട്ടില്ല.
ഒരു പടം എങ്ങാണ്ട് ഒരു മൂവിയോ ആകെ വർക്ക് ചെയ്തിട്ടുള്ളൂ. വൺസ് ഞാൻ റീജോയിൻ ചെയ്ത് നെക്സ്റ്റ് മന്തിൽ നിന്ന് എനിക്ക് സിനിമ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മൾട്ടി ടാസ്കിങ് ആണ് പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. രണ്ടും കൂടി മാനേജ് ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എനിക്ക് ജോലി വേണം. ഞാനിപ്പോൾ ഫ്ലാറ്റ് വാങ്ങിച്ചതൊക്കെ ഓൺലി എൻ്റെ ജോലി, എൻ്റെ സാലറിയാണ്. അതുകൊണ്ട് ഒരു IT എഞ്ചിനീയർക്ക് ഒരുവിധം നല്ല സാലറി ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് എൻ്റെ ലോണും എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ എന്ന് പറഞ്ഞ വർഷത്തിൽ നമുക്ക് എല്ലാവരും വിചാരിക്കും സിനിമയിൽ നിന്ന് ഒരുപാട് ഒരു ഇൻകം ഉണ്ടെന്ന്. ബട്ട് എനിക്ക് സിനിമയല്ല എൻ്റെ മെയിൻ സ്റ്റേബിൾ ഇൻകം എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ്, സോഫ്റ്റ്വെയർ ജോലി തന്നെയാണ്. സിനിമയിൽ നിന്ന് എനിക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഓക്കെയാണ് ഞാൻ. ബട്ട് ജോലി ചെയ്യുന്നതിലും സാറ്റിസ്ഫൈഡ് സിനിമ ചെയ്യുന്നതാണ്. മീൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് കൂടിയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. സിനിമയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മറ്റേ ജോലി ഒഴിവാക്കും? ചിലപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തുനിന്ന് വരും. ജോലി ഒഴിവാക്കില്ല. കാരണം സിനിമ ഒരിക്കലും സ്റ്റേബിൾ അല്ല എനിക്ക്. ഇപ്പോൾ വൺസ് കല്യാണം, ഒരു ലേഡി ആർട്ടിസ്റ്റിന് ഇവിടെ സ്റ്റേബിളായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അത് ഇതുവരെ ഉണ്ട്, വളരെ റെയറായിട്ട് കുറച്ച് പേരുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. അതിനൊരു ഭാഗ്യം കൂടി വേണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ 10 ഇയേഴ്സായിട്ട് എനിക്ക് സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു ഭയങ്കരമായൊരു ഫിനാൻഷ്യലി ഞാൻ അത്ര ഓക്കെ ആയിട്ടില്ല. സിനിമയാണ് പറയുന്നത്. ബട്ട് ജോലിയിൽ ഞാൻ ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ജോലി ആണ്. മീൻസ് മാർച്ചല്ല മന്ത് അവസാനം കിട്ടുന്ന സാലറിയിലാണ് എൻ്റെ ഹാപ്പിനെസ്. ഞാനിപ്പോൾ ലക്ഷദ്വീപ് ട്രിപ്പ് കഴിഞ്ഞ് വന്നുള്ളൂ. അതൊക്കെ പോകാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഒരുവിധം സാലറി കിട്ടുന്നതുകൊണ്ടല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത് നേടണമെങ്കിൽ നമുക്ക് മിനിമം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ട. എന്നാലും നമുക്ക് സിനിമയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിലും നമ്മുടെ സന്തോഷവും പാഷനും വേണം, എല്ലാം വേണം. എനിക്ക് ട്രിപ്പ് വഴി ഇങ്ങനെ പോകും. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഇതാ വിദേശ രാജ്യങ്ങളായ സിംഗപ്പൂർ, ഡൽഹി വിദേശ രാജ്യമല്ല, ഡൽഹി 1 month ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു. ഡൽഹി 1 month. അത് എന്റെ ആന്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ചും കൂടെ നമുക്ക് അവിടെ സുഖമായിരുന്നു. വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഞങ്ങൾക്ക്. ഫുൾ ടൈം കറക്കം. ജോലി ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് കുറവായിരുന്നു, വർക്ക് ഫ്രം ഹോം ആയിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ ഓഫീസിൽ പോകണം. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ശീലമായി എന്ന് പറയില്ലേ. ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ലക്ഷദ്വീപ് പോയി വന്നോളും. ഞാൻ ആക്ച്വലി ടാൻ അടിച്ച് വന്നേക്കണം. ഫുൾ വെള്ളത്തിലാണ്, ബീച്ചിലായിരുന്നു. അണ്ടർ വാട്ടറിലൊക്കെ പോയി ഞാൻ ആദ്യമായിട്ടാണ് സ്കൂബ ഡൈവിങ് ചെയ്യണം. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. കാരണം എനിക്ക് ആദ്യം പേടിയായിരുന്നു, വെള്ളത്തിലോട്ട് തല വയ്ക്കുമ്പോൾ ശ്വാസം മുട്ടോ. അപ്പം ഞാൻ എനിക്ക് പേടിയാവണോ? അങ്ങനെ പേടിക്കില്ലേ. അങ്ങനെ വൺസ് തല അതിലോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം സിലിണ്ടർ പിന്നെ അവർ എനിക്ക് ആക്ച്വലി എല്ലാവർക്കും 20 minutes മാക്സിമം, എനിക്ക് 40 minutes കിട്ടി. അവര് പറഞ്ഞു പേടി. ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം, അതാണ് കുറച്ച് നേരം എനിക്ക് കൂടുതൽ സമയം തരണം. അപ്പൊ അവര് പറഞ്ഞു എപ്പോ മുതലാക്കിയതാണല്ലേ. അപ്പോ ഈ 3 സംഭവങ്ങളാണ്: ട്രാവലിംഗ്, വർക്ക്, സിനിമ. അതിലെ ഫസ്റ്റ് സിനിമ. ഓഫ് കോഴ്സ് വർക്കില്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ട്രാവൽ. സിംഗപ്പൂർ അതേപോലെ എനിക്ക് ഇനിയും ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വീട്ടുകാർ ഇങ്ങനെ സോളോ ട്രിപ്പ് അടിക്കാൻ സമ്മതിക്കണില്ല. അറിയാലോ. ബട്ട് ഓക്കെ, കൊറേയൊക്കെ ഇപ്പൊ ലക്ഷദ്വീപ് അവരവരുടെ നൈസായിട്ട് ഒരു ഒറ്റ കപ്പിൽ ട്രിപ്പ് ആക്കാൻ നോക്കുന്നുണ്ട് എന്നർത്ഥം. നൈസായിട്ട് അവര് അല്ലാണ്ട് നീ പോണ്ടാന്ന് പറയില്ലേ. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിലും കസിൻസിന്റെ കൂടെയാ ലക്ഷദ്വീപ് പോയ. അപ്പൊ പിന്നെ അവർക്ക് ഒന്നും പറയാനില്ല. എൻജോയ് ചെയ്ത് വന്നല്ലേ. അടിപൊളിയായിരുന്നു. ഇവിടെ അടുത്തതായി പോവാൻ ലക്ഷ്യമുള്ളത് ഇനി എനിക്ക് അതുകൊണ്ട് പിന്നെ അത് മാത്രല്ല ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ആണ്. അങ്ങനെ എൻ്റെ ആൻറ്റി പപ്പയുടെ അനിയത്തി പിന്നെ അപ്പയുടെ ബ്രദർ അവരൊക്കെ ഫാമിലി സ്വിറ്റ്സർലൻഡിലായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് സ്വിറ്റ്സർലൻഡ് അങ്ങനെ കേട്ട് അതെൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. ട്രാവലിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റേ സിനിമയുടെ കാര്യം നമ്മൾ വിട്ടുപോയി. സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി. എങ്ങനെയാണ് സിനിമയിലോട്ട് ഞാൻ ഡ്രീം ആയിരുന്നു പണ്ട് തൊട്ടേയുള്ള? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചോദിക്കാൻ പേടിയായിരുന്നു. നമ്മള് പണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഇല്ല. 10 year ബാക്ക് നോക്കുകയാണെങ്കിൽ. അപ്പം അന്ന് നമുക്ക് ഈ മോഡൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്തു. പിന്നെ ചെറിയ എന്തെങ്കിലും ആഡ് ഷൂട്ടിന് വിളിക്കാൻ അങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ അങ്ങനെയാണ് സെക്കൻഡ്സ് എന്നുള്ള മൂവിയിൽ ഒരു കുഞ്ഞു റോള് വിനയ് ഫോർട്ടിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിച്ചു. എന്ന് പറഞ്ഞാൽ ചെറിയ റോളാണ്, കുഞ്ഞു റോളാണ്.
അങ്ങനെ 2013 അങ്ങനെ ഒരു ഇത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സൺഡേ ഹോളിഡേയിൽ അനീതി റോൾ, ആസിഫ് അലിയുടെ അനീതി റോൾ ചെയ്തു. പിന്നെ ശിക്കാരി ശംഭു, അങ്ങനെ സ്റ്റെപ്പ്. ശിക്കാരി ശംഭു ആണ് എൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. അതെനിക്ക് ഇപ്പോഴും സുഗീതനോട് താങ്ക്സ് പറയുന്നത്. വള്ളിക്കൂട്ടിലെ വെള്ളക്കാരൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു, ബാലു വർഗീസ് ഗണപതിയൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇളയരാജ എന്ന് പറഞ്ഞൊരു മൂവി, മറ്റേ മേൽവിലാസം ശരിയാണെന്ന് എൻ്റെ ഡയറക്ടർ, അതും ഗൂഗിൾ സുരേഷ് ആയിരുന്നു പേരായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് വന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ജോലി റിസൈൻ ചെയ്ത് പിന്നെ സിനിമയില്ല. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അതാണ്, ഒരു കാര്യം തന്നെ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കോവിഡ് ആയപ്പോഴേക്കും പിന്നെ തിരിച്ച് ജോലിക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്ക് ടു ബാക്ക് ഒരു തമിഴ് സിനിമ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പിന്നെ കുറേ പിന്നെ ഒരു നമുക്ക് കോടതി കാണാന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അത് മണിയമ്പള രാജന്റെ നിരഞ്ജൻ മണിയമ്പള അവന്റെ പേരായിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് മാളികപ്പുറം റിലീസായി. ഇത്രയാണ് റിലീസായത്. ഈ ഏരിയ വല്ല അടിപൊളിയാട്ടെ. എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ആ മാവാണത് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഇട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ കുറേ ആളുകളുടെ കൂടെ അഭിനയിച്ചു. എന്തൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും കൂടെ അഭിനയിക്കുന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ്? അവരൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ഉണ്ണിയേട്ടനാണെങ്കിലും ഭയങ്കര പാവമാണ്, ഒരു ജാടയിലാണ്ടാവും നിൽക്കണേ. അതേപോലെ സൈജു ചേട്ടൻ എന്നെ വന്ന് ചേച്ചി ചേച്ചി, ഞാൻ പറയും ചേട്ടാ ഇങ്ങനെ വിളിക്കരുത്. അതേപോലെ പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും കമ്പനി നിരഞ്ജനായിട്ടാണ്, മണിയമ്പളരാജന്റെ നിരഞ്ജനാണ് ഇപ്പോഴും ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ അതേപോലെ എല്ലാവരായിട്ടും ഗൂഗിളായിട്ടും കുഴപ്പമില്ല. വിഷ്ണു, ശിക്കാരി ശംഭുല വിഷ്ണുവായിട്ട് ഇടയ്ക്ക് എല്ലാവരായിട്ടും സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. ഞാൻ ഏതൊരു അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചാക്കോച്ചനൊക്കെ ചാക്കോച്ചൻ ഓൾറെഡി ഞങ്ങൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ വന്ന് കുറേ സംസാരിച്ചു. അതേപോലെ ആസിഫ് അലി ഇങ്ങോട്ട് വന്ന് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം. ആകെ ഒരു ദിവസത്തെ റോളാണ് എനിക്ക് ആസിഫ് അലി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്നെ അറിയോ അങ്ങോട്ട് വെച്ച് അറിഞ്ഞിട്ടാണോ ഇന്ന് അറിയാണ്ട്. അപ്പൊ ഞാൻ സന്തോഷം. അപ്പോൾ അത് ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഇത് കിട്ടി. പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നു ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ? ഫസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ശിക്കാരി ശംഭുവിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അതിൽ ഒരുപാട് ടേക്ക് പോയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ചിരി വരും. കാരണം അതാണ് ഞാൻ ത്രൂ ഔട്ട് ചെയ്ത റോള്. എനിക്ക് തോന്നുന്നു ഒരു 35 ഡേയ്സ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അന്നൊക്കെ. ഞാൻ ഏതോ ഒരു ചെല്ല് എന്ന് ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി, അത് തന്നെ ഒരു കുറേ ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമ ചെയ്യുന്നതോറും നമ്മുടെ ഒരു ആക്ടിങ് സ്കില്ല് അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, എക്സ്പീരിയൻസ് ആണ് നമ്മളെ മേക്സ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പടം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ലെസൺസ് കിട്ടും. കുറേ മുമ്പ് പറയുന്ന പല മീഡിയയിലും കണ്ടു അവഗണന കുറേ കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മളിപ്പോഴും മാളികപ്പുറം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മളിപ്പോഴും സ്ട്രഗ്ലിങ് ആക്ടറാണ്. സ്റ്റിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു പടത്തിന് വേണ്ടി എന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ആള് ഫുൾ ഡൾ റോൾസ് അല്ലേ ചെയ്യണേന്ന്. അങ്ങനെ പറയരുത്, എനിക്ക് കിട്ടുന്നത് അതായിപ്പോയി. അത് പിന്നെ കുറച്ച് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പിന്നെയും അത് തന്നെ വരണം. അല്ലെങ്കിൽ ഇപ്പം മാളികപ്പുറം കഴിഞ്ഞ പിന്നെ എനിക്ക് വന്നത് മൊത്തം അമ്മ റോള്. അപ്പൊ അത് കാരണം ഞാൻ കുറച്ച് 2-3 സിനിമ അമ്മ റോൾ എടുക്കാതെ ഇരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ടൈപ്പ് കാസ്റ്റ് ആയി പോകണ്ടാന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ആ മാളികപ്പുറം സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരു 5 കിലോ കൂട്ടിയിട്ടുണ്ട്. ആ സിനിമ കണ്ടിട്ട് എന്നെ ഒരു സിനിമയിലോട്ട് വിളിച്ചു. അപ്പൊ അവര് വിചാരിക്കുന്നത് ഞാൻ അതേപോലെ ആയിരിക്കും ഇരിക്കണേന്ന്. നേരിട്ട് കണ്ടപ്പോ ഞാൻ ഭയങ്കര സ്ലിം. അപ്പൊ അവര് പറയണം അയ്യോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ആളാ. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് കൂട്ടിയതാണ്. അല്ല, വെയിറ്റ് കൂട്ടാൻ തുടങ്ങിയ സമയം ഉണ്ടായിരുന്നു. ഓഗസ്റ്റില് കൺഫേം ആയ റോളായിരുന്നു അത്. അപ്പൊ ഒക്ടോബറിൽ എനിക്ക് ഷൂട്ടുള്ളൂ, എനിക്ക് ടൈം ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് അറിയാം ഇത് എന്നിൽ നിന്ന് പോകാൻ പാടില്ല, അതെന്റെ ആവശ്യം കൂടിയാണ്. അങ്ങനെ നമ്മള് കഴിക്കാന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കുറയ്ക്കാന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് കുറെ ടൈം എടുത്തു കുറയ്ക്കാൻ. പക്ഷെ കൂട്ടാന്നുള്ളത് വെരി സിമ്പിൾ. വേറൊരു കാര്യം, നേരത്തെ ട്രാവൽ ചെയ്യുമ്പോൾ സോളോ ആയി ട്രിപ്പ് അടിക്കുന്നത് വേണ്ട, പകരം എന്താ കുറച്ചൊരു ഒരാരും കൂടി വേണം എന്നുള്ളത് കാര്യം പറയുന്ന ഒരു സംഭവം.
അതിലേക്ക് എങ്ങാനും പ്ലാനൊക്കെ പ്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഫ്ലാറ്റ് എടുത്ത് താമസിച്ചു തുടങ്ങി പിന്നെ ഇപ്പം ഇച്ചിരി ബോറായിട്ട് തുടങ്ങി ഒറ്റയ്ക്ക് ജീവിച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ ഇത്ര നാൾ അമ്മയാണ് കല്യാണം കഴിക്കുക അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മ നിർത്തി ആ പരിപാടി, ആ ചോദ്യമേ നിർത്തി. ഞാനിപ്പോൾ അമ്മ ഞാനൊരു കല്യാണം ഹലോ എന്ന് ഞാനാണിപ്പോൾ അങ്ങോട്ട് പറയണേ. കാരണം അമ്മ എനിക്ക് ബോറടിച്ചു തുടങ്ങി. കാരണം നമ്മൾ ഇത്ര നാൾ ഞാൻ PG-യിലൊക്കെ സ്റ്റേ ചെയ്തിരുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ. അവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കാനുള്ളൊരു സമയം കിട്ടണില്ല. ഫുൾ ടൈം കലവില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതൊരു ബോറടി അല്ല. ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ ഇവിടം വരെ എത്തിച്ചേക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി അവരെന്നെ സപ്പോർട്ട് ചെയ്യില്ല. ഒരു എബോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളും പെൺകുട്ടിയെ ഇത്രയും പഠിപ്പിക്കില്ല. എന്നിട്ടും എൻ്റെ പാരൻസ് എന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആക്കി. അപ്പോൾ അവരുടെ ആഗ്രഹം അത് കഴിഞ്ഞ് ഞാൻ വലിയൊരു ഹൈ പൊസിഷനിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യുക അതൊക്കെയാണ്. സിനിമ എന്ന് പറയുന്നത് അവർക്ക് എന്തോ ഭയങ്കര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ആഫ്റ്റർ മാളികപ്പുറം അവരൊന്നും ഓക്കെ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇനി നല്ലൊരു മൂവി ചെയ്യുമ്പോഴേക്കും അവർ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയുമ്പോൾ പിന്നെ മാളികപ്പുറം പിന്നെ പല സിനിമകളും റിലീസായി. പക്ഷെ ഏറ്റവും കിട്ടിയ നല്ല കോംപ്ലിമെന്റ് എനിക്ക് ശരിക്കും ഏറ്റവും കോംപ്ലിമെന്റ് കിട്ടിയത് ശിക്കാരി ശംഭുവാ. മാളികപ്പുറം കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടർ മാളികപ്പുറത്തിൽ ചെറിയതാണ്, ഒരു ഫസ്റ്റ് ഹാഫേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെ എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അതുവരെ എനിക്കൊരു 100 കോടി ഇതൊന്നും ഹിറ്റ് പടമൊന്നും അങ്ങനെ ശിക്കാരി ശംഭു ഹിറ്റാണ്. എന്നാൽ പോലും ആ ഒരു 100 കോടി ക്ലബിൽ എൻ്റെ സിനിമയൊന്നും കയറില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഒരു പടെങ്കിലും 100 കോടി ഒരെണ്ണെങ്കിലും. അപ്പോൾ പക്ഷെ ശിക്കാരി ശംഭുവിൻ്റെ ക്യാരക്ടറാണ്, രേവതിയാണ് ഓൾ ടൈം മൈ ഫേവറേറ്റ്. പിന്നെ ഇപ്പൊ മധുവിധുവിന്റെ ജാനകി എന്നാണ് എൻ്റെ റോളിന്റെ പേര്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ? ക്രിസ്മസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് ഡിസംബർ. എൻ്റെ ബർത്ത്ഡേ December 4 ആണ്. അപ്പോൾ അവിടെ നിന്നേ തുടങ്ങും എൻ്റെ സെലിബ്രേഷൻ മൂഡ്. അത് കഴിഞ്ഞ് എപ്പോഴും ഡിസംബർ ഞാൻ എപ്പോഴും കളർഫുള്ളാക്കാൻ ശ്രമിക്കും. അതെന്തോ ബർത്ത്ഡേ പിന്നെ അതേപോലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചതും ഈ മാസം, ഞാൻ ചിരിച്ചത് ഈ മാസം. അപ്പൊ പിന്നെ അതേപോലെ എപ്പോഴും ഞാനിങ്ങനെ സെലിബ്രേഷൻ. ഇപ്പോൾ ലക്ഷദ്വീപ് പോയി, അതേപോലെ ട്രിവാൻഡ്രം, എപ്പോഴും ട്രാവൽ ചെയ്ത് എങ്ങനെയാണ് അതിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിക്കും. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് കാണും. നമ്മൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പടം വന്നിട്ട് പോയി, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പല കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആവും. പക്ഷെ ഞാൻ ഡൗൺ ആയിട്ട് തന്നെ ഇരുന്നാൽ നമ്മളാരും പൊക്കി കൊണ്ടുവരാനില്ല, നമ്മൾ തന്നെ പൊക്കി വരണം. വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത്. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് ഇത്രയും ഇത് പറ്റി എൻ്റെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിന് താങ്കൾ കണ്ടെത്തിയ റീസൺ മീൻസ് ഒരു ട്രാവൽ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈലന്റ് സപ്പോർട്ടർ എന്ന് പറയില്ലേ. പിന്നെ ഏറ്റവും എനിക്ക് ചിരി വന്ന എന്താന്ന് വിചാരിച്ചാൽ, ഞാൻ ഓർത്ത് ലക്ഷദ്വീപിലൊക്കെ പോയാൽ നമ്മളെ ആരും അറിയില്ല. ഇവിടെ കൊച്ചിയിൽ പോലും നമ്മളെ ആർക്കും അറിയില്ല, കുറേ പേർക്കൊന്നും അറിയില്ല. പക്ഷെ ലക്ഷദ്വീപ് പോയി ഞാൻ ഇറങ്ങിയ വഴി ഞാൻ എന്നോട് ചോദിക്കാണ്, മാഡം ആക്ട്രസ് അല്ലേന്ന്. ഞാൻ അപ്പം എൻ്റെ ആൻറ്റി ഇത്രയും നാൾ നീ കൊച്ചിയിൽ നിന്നിട്ട് ഒരാൾ നിന്നോട് വന്ന് സംസാരിക്കാൻ കണ്ടിട്ടില്ല, ലക്ഷദ്വീപിൽ നിനക്ക് ഫാൻസാ. അവിടെ എന്ന് പറഞ്ഞാൽ ആകെ 7,000 ജനസംഖ്യ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇത് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. പിന്നെ ഞാൻ പോകുന്നിടത്തൊക്കെ ഫോട്ടോ എടുക്കുക, ഇത് ഇത്രയും ഇതാക്കിയ ഇത്രയും എനിക്ക് ഫാൻസ്, എനിക്കും ഇത്രയധികം ഫാൻസ്, ഒരു വലിയൊരു ഐലൻഡ് ഫുൾ എൻ്റെ അറിയാവുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ നാട്ടിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എന്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത്? മീൻസ് അല്ലേ സന്തോഷം അല്ല, മീൻസ് നമുക്കൊരു ഹാപ്പിനെസ് തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു ഇതല്ല. കാരണം നമ്മുടെ ഒരു വർക്ക് കണ്ടിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു കാര്യം തന്നെയല്ല. അത് നമ്മുടെ വർക്കിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ക്യാരക്ടറിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്തോ അത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടല്ല നമ്മൾ അവർ ശ്രദ്ധിക്കുന്നത്. ഈ പലരും കംഫർട്ട് സോൺ മറികടന്നാണ് പല ആക്ട്രസുകളും പിന്നെ വലിയ ഇതിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ലുക്കപ്പ് ചെയ്യുന്നുണ്ടോ? മീൻസ് അങ്ങനെ ഒരു അതുപോലത്തെ ഒരു റോള് വേണം എന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല. എനിക്ക് കിട്ടും. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നല്ലത് ഇങ്ങോട്ട് വരണം, നമ്മളെ തേടി വരണം ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാവം അല്ലെങ്കിൽ സാധാരണ കോളേജ് അല്ല ഒരു അമ്മ റോള്. അത് കഴിഞ്ഞ് അഗൈൻ മധുവിധും ഒരു പാവം കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാനിപ്പോൾ
എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡൾ ലുക്കാണ് എല്ലാം ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനെ ഓവർകം ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇപ്പോൾ ബോബൻ സാമുവലിൻ്റെ പടത്തിലെടുത്തു. സോബൻ ചേട്ടനാണ് പേര്. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ചെറിയ റോളാണെങ്കിലും അതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മൂവിയിലെങ്കിലും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിക്കണം എന്നുള്ളത്. അത് വലിയൊരു ആഗ്രഹമാണ്. ഇവരൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു പടത്തിൽ പോലും എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എന്തെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം വരും. ഞാൻ ചോദിക്കട്ടെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ 30s കഴിഞ്ഞു, പക്ഷേ പല പെൺകുട്ടികൾ, പിന്നെ താങ്കൾ 2 ജോലി ചെയ്യുന്നുണ്ട്, മീൻസ് സിനിമ ഇത് പാഷനും ചെയ്യുന്നുണ്ട്, ട്രാവലും ചെയ്യുന്നുണ്ട്, സിനിമയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റ് മീൻസ് പല പെൺകുട്ടികൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതായിട്ട് അവസ്ഥ ഉണ്ടാവാറുണ്ട് പല പെൺകുട്ടികളും. തോന്നുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, എനിക്ക് ജോലിക്കോ എനിക്ക് രണ്ടും കൂടെ കൊണ്ടുനടക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചാൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഞാൻ ചില സമയത്ത് എങ്ങനെയാണെന്ന് പറയട്ടെ, ലാപ്ടോപ്പും കൊണ്ടാണ് നടക്കണേ. ചിലപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ബോറ് പരിപാടിയാണ് നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിച്ചാൽ രണ്ടും കൂടി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓഫീസ് കോൾ കഴിഞ്ഞ് ആ സ്പോട്ടിൽ ഞാൻ റെഡി ആയിട്ട് ഇരുന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് സ്പോട്ടിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. ചില കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യണം. നമ്മൾ പെൺകുട്ടിയാണ്, ആൺകുട്ടീനെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി നമുക്കുണ്ട്. നമ്മുടെ വിചാരം അയ്യോ എനിക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റില്ല. എനിക്ക് പറ്റുമെന്ന് ചിന്തിച്ചാണ്ടല്ല എല്ലാം പറ്റും. ഇപ്പം ഞാനിപ്പോൾ സ്ട്രഗ്ലിങ് ആക്ടറാണ്, പക്ഷെ ഞാൻ ആകെ വർഷത്തിൽ 2 പടം ചെയ്യുന്നുള്ളൂ. ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ ട്രിപ്പ് പോവും? എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ട്? ഐ എം ഇൻഡിപെൻഡൻറ്റ് വുമണാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാനോ എന്നെ ട്രിപ്പിനോ കൊണ്ടുപോകാനോ ആരുമില്ല. ഞാൻ തന്നെ കാശ് കൊടുക്കണം, ഞാൻ തന്നെ സമ്പാദിക്കണം. എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ സമ്പാദിക്കണ്ടേ? പെൺപിള്ളേരാണ് അല്ലെങ്കിൽ ലേഡി അല്ലെങ്കിൽ ഗേൾ, എപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളെ അതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല. ഞാൻ കുറേ നാൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു. ഇനിയും നമ്മൾ ഈ ഒരു ഏജിലും നമ്മൾ അവരെ നമ്മൾ നോക്കേണ്ട സമയമായി. ആ സമയത്തും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ബാഡ് അല്ലേ? ഇടയ്ക്ക് എന്നാലും ഞാൻ ഇടയ്ക്ക് അമ്മ ഒരു 5,000 rupees ഒന്ന് തരുമോ, മന്തിൻ്റെ ആയി അമ്മ തരണം, പിന്നെ തരും. ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അമ്മേനെ നോക്കാൻ ഞാനല്ലേ ഉള്ളു. അമ്മ നല്ല സംഭവം. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെല്ലാരും നമ്മളെ മന്ദന്റെ ഒക്കെ ആവുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ചില്ലായി നടക്കണ ആളാ. മന്ദന്റെ ആവുമ്പോ ഞാൻ കാലിയാവും. ചില സമയം കുഴപ്പമില്ല, നമുക്കിങ്ങനെ എക്സ്ട്രാ ആഡ് ഷൂട്ടൊക്കെ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലുമൊക്കെ, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ജോലിയിൽ നിന്ന് മാത്രം പറയണില്ല, എനിക്ക് അതർ ഇൻകോ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഫോൺ. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഫോൺ വാങ്ങിച്ചത്. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇൻകം വേണ്ടേ? അല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ അതിനനുസരിച്ച് ട്രൈ ചെയ്യുകയും വേണം. കുറേ പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ രണ്ടും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലയിടത്തൊന്നും ഞാൻ ഓടി എത്താറില്ല. ബട്ട് ഓക്കെ, ഒരു 70% ഞാൻ എത്തുന്നുണ്ട്, അത് മതി. ഇനി പറയാനുള്ളത് ഫ്യൂച്ചറിനെ കുറിച്ച്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ആയി കാണുന്നത്? എനിക്ക് കുറേ നല്ല സിനിമകൾ ചെയ്യണം. ഞാൻ പ്രാവശ്യം 12 മണിക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ 2024 എനിക്ക് ഒരുപാട് നല്ല റോളുകൾ കിട്ടണം. പിന്നെ ഇപ്പോൾ ലൈഫ് ഇച്ചിരി ബോറടിച്ചൊക്കെ തുടങ്ങിയോണ്ട് നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോൾ എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു നെക്സ്റ്റ് 2 years എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിച്ചു പോയി. ഇപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്നവളും ഓൾമോസ്റ്റ് കല്യാണമായി. അപ്പൊ കല്യാണം കഴിച്ചു പോയ ആളുടെ ഒറ്റയ്ക്കാക്കി പോയല്ലേ, അങ്ങനെ എന്തിനും പറഞ്ഞോ? ഞാൻ പറയാം, നീ കാരണമാണ് എനിക്ക് ഇപ്പൊ ഇത്തിരിയെങ്കിലും തോന്നലുള്ളത് കല്യാണം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു പാർട്ട്ണർ, ഒരു ലോയൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടിയ, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയ ഓഫ് കോഴ്സ് ഞാൻ കല്യാണം കഴിക്കും. ഞാൻ കല്യാണം വേണ്ടെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞു. അങ്ങനെ മീൻസ് അങ്ങനെ ചോദിക്കുകയാണ്, കാരണം വീട്ടുകാരെ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളെയാണോ അതോ സ്വയം തിരഞ്ഞെടുക്കാനാണോ? ആക്ച്വലി എനിക്ക് ലവ് മാരേജ് ആയിരുന്നു ഇഷ്ടം, ബട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് മിക്കവാറും അറേഞ്ച് കം ലവ് നോക്കേണ്ടി വരും, വേറെ വഴിയില്ല. എന്നാൽ ഞാനിങ്ങനെ ട്രൈയിങ് ആണ്. ഇപ്പം എൻ്റെ ഓഫീസിൽ വരെ ആക്ച്വലി ഒരു വൈഡ് ക്യാമ്പസാണ്. ആക്ച്വലി ഞാൻ തന്നെ ആലോചിക്കും നല്ല ചെറുക്കന്മാരുണ്ട്. പക്ഷെ എന്തോ ലവ് മാരേജ് ഒന്നും കൂടെ വർക്കൗട്ട് ആവാർ. എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു പോയിന്റിൽ അതൊരു ലോയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ബ്രേക്കപ്പ് ആയി. അപ്പോൾ വരും. എനിക്ക് ഭയങ്കര പറയല്ലേ, ശുഭാപ്തി വിശ്വാസം ഇച്ചിരി ഭയങ്കര കൂടുതലാണ്. എല്ലാം അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടാവും. അത് ആരുടെ ലൈഫ് എടുത്ത് നോക്കിയാലും കാണും. കുഴപ്പമില്ലാണ്ട് പോയാൽ മതി, ഒരു പീസ്ഫുള്ളി ജീവിക്കുക.
പിന്നെ വിവാഹം എന്ന് പറയുന്നത് പലർക്കും വിവാഹം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി ആയിട്ടാണ് തോന്നാറ്. പ്രതിസന്ധി അല്ല, മീൻസ് ഒരു കടമ്പ. കാരണം വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ആവാൻ പറ്റില്ല. കാരണം മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുട്ടികളുടെ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ ഒരു പൊടിക്ക് ഇച്ചിരി കൂടി ലേറ്റ് ആവുകയാണെങ്കിൽ ലേറ്റ് ആയിക്കോട്ടെ. കാരണം ഇപ്പം എനിക്ക് ഒരുവിധം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൺസ് പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അല്ലാണ്ട് പേടിച്ച് പോയി ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. ഇപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ആരെങ്കിലൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയും സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിലോട്ട് ആലോചിക്കുമ്പോൾ ഒരു പേടി. അതുകൊണ്ട് ഒരു പാർട്ട്ണർ വേണം, നല്ലൊരു എന്നെ മനസ്സിലാക്കുന്നത്. എനിക്ക് എപ്പോഴും ആഗ്രഹം എൻ്റെ ഒരു മെയിൽ വേർഷൻ, അതിനെയാണ് ഞാൻ നോക്കി കാണുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു ഓഗസ്റ്റിൽ എല്ലാം കൺഫേമായി. നമ്മളൊരു വർക്കിന് ചെല്ലാണ്, ഒരു സിനിമയുടെ ഷൂട്ടിന്. അവിടെ ചെന്ന് മേക്കപ്പും കഴിഞ്ഞ് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടർ വന്ന് കാണുമ്പോൾ അയ്യോ, ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു 35 ഇയേഴ്സ് അല്ല ഏജ് തോന്നുന്ന ആളാണ്. അയ്യോ യു ലുക്ക് ബിലോ 30 എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആ ക്യാരവനിൽ നിന്ന് ഞാൻ കരഞ്ഞിറങ്ങിയിട്ടുണ്ട് ആഫ്റ്റർ മാളിയപ്പുറം. അപ്പോൾ സ്റ്റിൽ ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്. ഞാൻ അത്രയും ഞാൻ ഒരുവിധം കുഴപ്പമില്ലാതെ അഭിനയിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ടും നമുക്ക് ഇങ്ങനെ നമ്മൾ ക്യാരവനിൽ നിന്ന് കരഞ്ഞിറങ്ങേണ്ട വരാമെന്ന് പറയുമ്പോൾ സോറി എന്ന് അവർക്ക് പറയാം, പക്ഷെ ആ പെയിൻ എടുക്കുന്ന മൊത്തം നമ്മളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സിനിമയെക്കുറിച്ച് വേറെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. കാരണം ഒരു തമിഴ് സിനിമയിൽ ഈ അന്യഭാഷ മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ ചിലപ്പോൾ ജോലി കുറച്ച് ബ്രേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഇയർ ഒരു മിഡൊക്കെ ആകുമ്പോൾ. അങ്ങനെ എൻ്റെ പ്ലാനിൽ അങ്ങനെ ഉണ്ട്. എനിക്കിങ്ങനെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നില്ലേ കുറച്ച് സമയം വേണം. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ തമിഴ് സിനിമ അല്ലെങ്കിൽ തെലുങ്കൊക്കെ നോക്കും. അടുത്ത് ഈ ഒരു 2024 ഞാൻ നല്ല ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അടുത്ത വർഷം കാര്യമായിട്ടൊന്ന് പിടിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഇത്രയും വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ ആരാധകരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എനിക്ക് ആക്ച്വലി ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. കാരണം ഞാനെന്നൊരു ആർട്ടിസ്റ്റിന് എനിക്കൊരു റെക്കഗ്നൈസേഷൻ തന്നത്, എൻ്റെ സിനിമകൾ അംഗീകരിച്ചത് നിങ്ങളാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രയറും വേണം. അതേപോലെ തന്നെ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ ക്രിസ്മസ് അല്ലേ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.